നമസ്കാരം. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിലെ കാരണം വിശദീകരിക്കണമെന്ന് മുൻ AICC അംഗം സിമി റോസ്ബെൽ ജോൺ ആവശ്യപ്പെട്ടു. CPM ഗൂഢാലോചന എന്നാരോപിക്കുകയാണ്. ഇതിന് തെളിവും പുറത്തുവിടണം. ലതിക സുഭാഷ്, പത്മജ വേണുഗോപാൽ എന്നിവരെ അപമാനിച്ച് വിട്ടതാണെന്നും സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു. പാർട്ടിയിൽ അന്തസ്സും ആഭിജാത്യവുമുള്ള സ്ത്രീകൾക്ക് കേരളത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. ഹൈബിയുടെ യോഗ്യത അല്ലല്ലോ. ഈഡന്റെ മകനായതുകൊണ്ടല്ലേ MP ആക്കിയത്. എന്തുകൊണ്ട് പത്മജയ്ക്ക് കൊടുത്തില്ല? പത്മജയെ തോൽപ്പിച്ചതാണ്. ദീപ്തി മേരി വർഗീസിനെ പുറത്താക്കി 3 മാസത്തിനുള്ളിൽ അവർ തിരിച്ചെത്തി. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച CR മഹേഷ് MLAക്ക് ഒന്നും സംഭവിച്ചില്ല. കാരണം അയാൾ പുരുഷനായതുകൊണ്ടാണ്. വിധവയായി തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സിമി റോസ്ബെൽ ജോൺ ആരോപിച്ചു. VD സതീശൻ വന്ന വഴി മറക്കരുത്. പഴയ സ്കൂട്ടറിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്താൻ നഗരത്തിൽ വന്ന കാലമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ തുടർഭരണം നഷ്ടപ്പെടുത്തിയ ആളാണ് സതീശനെന്നും സിമി റോസ്ബെൽ ജോൺ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. KPCC പ്രസിഡന്റ് അടക്കം മറ്റ് നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് വരാൻ VD സതീശൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം സിമി സ്വകാര്യ TV ചാനലിലൂടെ ഉന്നയിച്ചത്. കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അടക്കം അധിക്ഷേപിച്ച മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോണിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP പുറത്താക്കിയതായി KPCC ജനറൽ സെക്രട്ടറി M ലിജുവാണ് അറിയിച്ചത്. രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും അവർക്ക് മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സിമി റോസ്ബെൽ ജോൺ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് എന്നാണ് KPCC വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിലെയും KPCC ഭാരവാഹികളിലെയും വനിതാ നേതാക്കളും മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും അടക്കമുള്ളവർ സിമി റോസ്ബെൽ ജോണിനെതിരെ നടപടി എടുക്കണമെന്ന് സംയുക്തമായി നൽകിയ പരാതിയിൽ KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. സിമി റോസ്ബെൽ ജോണിൻ്റെ പ്രവൃത്തി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് പ്രഥമദൃഷ്ട്യാ പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് അച്ചടക്ക നടപടി എടുത്തതെന്നും KPCC വാർത്താക്കുറിപ്പിലൂടെ വിശദമാക്കി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസം സിമി ഉയർത്തിയത്. നേതാക്കളോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ അവസരങ്ങൾ ലഭിക്കുന്നുള്ളൂ എന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപിച്ചിരുന്നു. ദുരനുഭവമുണ്ടായ പലരും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. സമയം വരുമ്പോൾ അത് പുറത്തുവിടും. തന്നോട് പരാതി പറഞ്ഞവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നും സിമി പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ അനർഹർക്കാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് എന്നും ജബി മേത്തർ MPയുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സിമി വിമർശിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിൽ ഒരേയൊരു വോട്ട് കിട്ടിയ ജബി മേത്തറെ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ആക്കിയപ്പോൾ ഞങ്ങൾ മൗനം പാലിച്ചു. 8 വർഷം മുൻപ് മഹിളാ കോൺഗ്രസിൽ അംഗത്വമെടുത്തപ്പോഴും ഒന്നും മിണ്ടിയില്ല. അന്ന് പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാത്തത് എന്തെന്ന് ചോദിച്ചിരുന്നു. പ്രവർത്തനത്തിലൂടെ വന്നവർ ഇപ്പോഴും തഴയപ്പെടുകയാണ്. അങ്ങനെയുള്ള എത്ര വനിതാ അംഗങ്ങൾ KPCCയിൽ ഉണ്ടെന്ന് പരിശോധിക്കണം. അവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അവരൊക്കെ വലിയ വലിയ നേതാക്കളുടെ ഗുഡ് ബുക്കിലുള്ളവരാണ് എന്നും ആയിരുന്നു സിമി റോസ്ബെൽ ജോണിൻ്റെ വിമർശനം.